ഹലോ, വെൽക്കം ടു എനിഡ. സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ ബി എഡ് നമ്മൾ എന്തൊക്കെ നേരിടണം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഞാനിവിടെ പറയുന്നത് എൻ്റേതായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അത് ജസ്റ്റ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്നതാണ്. എല്ലാവർക്കും ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് പറയാണ്. ഓക്കെ, നമ്മൾ 2 വർഷത്തെ ബി എഡ് അല്ലേ, 2 വർഷം നമ്മൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, കുറേ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു, എല്ലാം കൊണ്ട് അവസാനിച്ച് നമ്മൾ 4th സെമസ്റ്റർ എക്സാം, കമ്മീഷൻ എല്ലാം കഴിഞ്ഞ് ബി എഡ് കഴിയാണ്. ദെൻ ശരിക്കുള്ള ട്വിസ്റ്റ് സംഭവിക്കുന്നത് ആഫ്റ്റർ ബി എഡ് ആണ്. ഓക്കെ, ബി എഡ് കഴിഞ്ഞ് എല്ലാവർക്കും ഇത് അനുഭവപ്പെട്ടിരിക്കുന്നോ എനിക്കറിയില്ല. കുറച്ചൊരു പീരീഡ് ഓഫ് മന്ത് നമുക്ക് നമ്മുടെ മൈൻഡിലുള്ള ഒരു എംപ്റ്റി ഫീലായിരിക്കും. കാരണം നിങ്ങൾ ഇതൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബി എഡ് ചെയ്യുന്നവർ ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ വെക്കണം. അന്ന് നമുക്ക് മെൻ്റലി നമ്മൾ കുറച്ചും കൂടി വിൽ പവർ ഉണ്ടായിരിക്കും, ഇമോഷണലി നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. സോ ബി എഡിന് ശേഷം വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. ബി എഡ് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും എക്സാമുകൾ എഴുതിക്കൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം, എന്നാലൊക്കെ നമുക്ക് ജോലി കിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ കാറ്ററ്റ് കാറ്റഗറി 2, ഫസ്റ്റ് ഓഫ് ഓൾ ഡി എൽ എഡ് ആണ് കാറ്ററ്റ് കാറ്റഗറി 1, ദെൻ ബി എഡുകാർക്ക് കാറ്ററ്റ് 2, 3, ദെൻ സി ടെറ്റ്, സെറ്റ്, ഇനി നമുക്ക് നെറ്റ് അങ്ങനെ പോവാം. ബേസിക്കലി ബി എഡ് കഴിഞ്ഞ ഒരാൾക്ക് വേണ്ടത് കാറ്ററ്റും സെറ്റുമാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു കാര്യം, ബി എഡ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, കാറ്ററ്റ് എങ്ങനെയെങ്കിലും മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമ്മൾ കാറ്ററ്റ് ക്ലിയർ ചെയ്തെടുക്കുക. കാരണം അതും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ബി എഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ നിരുത്സാഹപ്പെടുത്തില്ല, അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് വിൽ പവറാണ്. കാരണം നമ്മളിപ്പം ബി എഡ് കഴിഞ്ഞു, കാറ്ററ്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, നമുക്ക് സി ടെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് കരുതാം. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആരാണ്, നമ്മൾ ഫ്രഷറാണ് അല്ലേ, ഫ്രഷറാണ്. സോ ഈ ഒരു ടൈമിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയെന്ന് വരും, ഡെയിലി വേജ് ആയാലും ഒക്കെ. ഈ ഒരു സമയത്ത് അവർ നമ്മുടെ സി വി നോക്കും, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് നോക്കും. ആദ്യം ചോദിക്കുക എക്സ്പീരിയൻസ് ഉണ്ടോ. നമുക്ക് ഒബിയസ്ലി ഇല്ല, കാരണം നമ്മൾ ഫ്രഷറാണല്ലോ. എന്നാൽ ഇവിടെ ഞാൻ പോയ പല സ്ഥലങ്ങളിലും അവർക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെയാണ്. ഈ ഫ്രഷറായ നമുക്ക് ആരെങ്കിലും ഒരു ചാൻസ് തരാതെ നമുക്ക് എക്സ്പീരിയൻസ് ആവാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഞാൻ ആരും കുറ്റം പറയുന്നില്ല അല്ലേ, അവർക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും വേണ്ടത്. പക്ഷെ ഒരു ചാൻസ് കിട്ടാത്തൊരു വ്യക്തിനെ വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു ചാൻസ് ആരെയും കൊടുത്താലല്ലേ അവർക്ക് അവരുടെ കാപ്പബിലിറ്റി എന്താണെന്നാണെങ്കിലും അവർക്ക് ആ ഫ്രഷർ എന്നുള്ളതിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. ഓക്കെ, പി എസ് സി ലിസ്റ്റിലുള്ളവരെ അവരെടുക്കുന്നുള്ളൂ, ഫ്രഷേഴ്സിന് വേണ്ട, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളെ വേണം. ഇതൊക്കെ ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഒരു എയ്ഡഡ് സ്കൂളിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കും, കുറേ ആളുകളുണ്ടായിരിക്കും. ഈ മാനദണ്ഡമൊക്കെ ഇവർ നോക്കുകയൊക്കെ ചെയ്യും. ഇനി ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ഇടും. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു പ്രഹസനമായിട്ട് ഡെമോ ക്ലാസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവർ ചൂസ് ചെയ്യില്ല, വേറൊരാളെ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ഇവരെന്ത് ചെയ്യും, ചില സ്കൂളെങ്കിലും ഓൾറെഡി അവർ ഒരാളെ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരിക്കും, പിന്നെ വെറുതെ ഇങ്ങനെ നടത്തുന്നു. ഇതൊക്കെ നമ്മൾ വിട്ട് മായ്ക്കാം. നമുക്ക് വേണ്ടത് ജോലിയാണ്, നമ്മൾ അതിനെ പരിശ്രമിക്കണം അല്ലേ. അപ്പോൾ സോ എനിക്ക് പറയാനുള്ളത്, ആഫ്റ്റർ ബി എഡ് നമുക്ക് കുറേ ഡിഫിക്കൽട്ടീസ് വരും. കാരണം നമ്മൾ ഏരിയ ടീച്ചിങ് ആണ്. കേരളത്തെ കഥ ഞാൻ പറഞ്ഞത്, ഔട്ട്സൈഡ് കേരളം നമുക്ക് വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. തമിഴ്നാട്, കർണാടക, ബാംഗ്ലൂർ, മൈസൂർ, അവിടെയൊക്കെ നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് കാറ്ററ്റ് ക്ലിയർ ചെയ്തെടുക്കുക. കേരളത്തിലാണ് നോക്കുന്നതെങ്കിൽ പിന്നെ സി ടെറ്റും കൂടി എഴുതിയെടുക്കുക. പിന്നെ മാനസികമായി പ്രിപ്പയർ ആയിരിക്കണം. നമ്മൾ ഇറങ്ങിയ പാട് ആരും നമുക്ക് ജോലി തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ജോലി കിട്ടാൻ കുറച്ച് താമസം എടുക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മൈൻഡിൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഈ ഒരു ഇറങ്ങുന്ന സമയത്താണ് ഇനി അടുത്ത LP UP വരുന്നത് അല്ലേ. അപ്പോൾ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും ചില കുട്ടികൾക്കെങ്കിലും. PSC പോകണോ, ജനറൽ PSC പോകണോ, അടുത്ത കൺഫ്യൂഷൻ LP UP പോകണോ. ഇനിയിപ്പോൾ LP UP പോയി നമ്മൾ അതിന് ഒരു വർഷം സ്പെൻഡ് ചെയ്യുമ്പോൾ അപ്പോഴും നമ്മുടെ കരിയറിൽ ഗ്യാപ്പ് വരികയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയും ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു ഗ്യാപ്പ് പ്രശ്നമായിരിക്കും. അത്തരം കുറേ ചോദ്യമായിരിക്കും നമ്മളെ മനസ്സിലേക്ക് വരിക. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കൃത്യമായി തീരുമാനിക്കുക, അതിന് ഫോക്കസ് ചെയ്യുക.
അതാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ എക്സാമുകളൊക്കെ ക്ലിയർ ചെയ്തെടുക്കുക. എന്തോ നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ, ഈ ഒരു ഇത് അനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം ഇത് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ ആഗ്രഹമാണ് ടീച്ചർ ആവുക എന്നുള്ളതെങ്കിൽ നിങ്ങളിതൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, ഇത് ഇപ്പോൾ ഇറങ്ങുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊന്ന് എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരിക്കലും നമ്മൾ വെറീഡ് ആയിരിക്കരുത് അല്ലേ, നമുക്ക് വേണ്ടി എന്തോ നല്ലത് കണ്ടു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ. ഇനിയിപ്പോൾ ടീച്ചർ നമ്മൾ സ്കൂളിൽ തന്നെ എടുക്കണമെന്നില്ല, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ടീച്ചിങ് ഓപ്ഷൻസ് സ്കൂളല്ലാതെ നമുക്കിപ്പം ഓൺലൈനായിട്ട് കുറേ ടീച്ചിങ് ഓപ്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എനിക്കറിയുന്ന കാര്യം, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതും വെച്ച് എനിക്കറിയുന്നതുമായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മാനസികമായിട്ട് പ്രിപ്പയർ ആയിരിക്കുക, ഒരിക്കലും തളരരുത്. കുറച്ച് ടൈം എടുക്കും, അത് ചൂസ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഔട്ട്സൈഡ് കേരള ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മൾ അതായത് ഗൾഫ് കൺട്രി അവിടേക്കൊക്കെ പോയി, ഇന്ത്യൻ സ്കൂള്, മാൽഡീവ്സിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇറങ്ങിയ പാട് ഒരിക്കലും ജോലി കിട്ടില്ല, കിട്ടുന്നവരുണ്ട്, അത് വളരെ ഒരു ലക്കാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു വിൽ പവർ ഉണ്ടായിരിക്കും എടുക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ബൈ.